സംഘർഷങ്ങളും മാനസികമായ ടെൻഷനുകളും സ്ട്രെസ്സുകളും പിരിമുറുക്കും കാരണം ഉറങ്ങാൻ കഴിയാത്ത നാളുകൾ തള്ളി നീക്കുന്ന എത്ര മനുഷ്യരുണ്ട്. അവിടെയാണ് ഇസ്ലാം പറയുന്നത്, നിന്റെ ഹൃദയ വിശാലത നിന്റെ കയ്യിലുണ്ട്, തുറക്കണം അതിന് ചില വാതിലുകൾ. 6 പ്രധാനപ്പെട്ട കവാടങ്ങൾ നിനക്ക് തുറക്കാൻ കഴിയുമോ, നിന്റെ മനസ്സ് ശാന്തമായ ഹൃദയ വിശാലമായ ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനായി നിനക്ക് മാറാൻ സാധിക്കും. ഒന്നാമത് എണ്ണിപ്പറഞ്ഞത് നിർഭയത്വത്തിന്റെ തൗഹീദിന്റെ ഉടമയായി നീ മാറുക. സൃഷ്ടികളെ പേടിച്ച് ജീവിതം കഴിച്ചു കൂട്ടാതിരിക്കുക. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ച് ജീവിക്കുക. അതിനോളം ഹൃദയ വിശാലത എവിടെ കിട്ടുക? സൃഷ്ടികളെ പേടിച്ച് കാലം തള്ളുന്ന അവസ്ഥക്ക് പകരം ഏകനായ ഒരേ ഒരു സൃഷ്ടാവിനെ മാത്രം പേടിച്ച് ജീവിക്കാൻ കഴിയുക. ആ തൗഹീദിന്റെ കവാടം തുറക്കുന്ന മനുഷ്യന് അല്ലാഹു തആല ഹൃദയം ഒരു വിശാല അവസ്ഥയിലേക്ക് കൊടുക്കും. എന്റെ വാക്കുകളല്ല, സൂറത്തു സുമർ 22-ാമത്തെ ആയത്ത് ഞാൻ ഓതി വെച്ചത് അതായിരുന്നു. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ആരുടെയെങ്കിലും ഹൃദയത്തിന് അല്ലാഹു തആല ഇസ്ലാമിലൂടെ, ഇസ്ലാമാകുന്ന തൗഹീദിലൂടെ ഹൃദയ വിശാലമാക്കി കൊടുക്കുകയാണെങ്കിൽ, അതിലേക്ക് കയറി വരാൻ, അത് ഉൾക്കൊള്ളാൻ, അതിനെ വിശാലമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ അവന്റെ രക്ഷിതാവിൽ നിന്നൊരു പ്രകാശം കിട്ടിയവനാണ്. അള്ളാഹു ഒരു പ്രകാശം കൊടുക്കും. ഇസ്ലാമിന്റെ തൗഹീദിലേക്ക് നമ്മുടെ ഹൃദയം കടന്നു വന്നാൽ. എന്നാൽ മറുഭാഗത്ത്, അതിന്റെ തൊട്ടടുത്ത ഭാഗത്ത്, ഫവൈലുൻ, ചിലർക്ക് നാശമാണുള്ളത്. ലിൽ ഖാസിയതി ഖുലൂബുഹും, ഹൃദയം കഠിനമായി പോയ ചില ആളുകളുണ്ട്. ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, അല്ലാഹനെ ഓർക്കുക എന്നതിൽ ഹൃദയം കടുത്തുപോയവരാണ്. പടച്ചോൻ എന്ന ചിന്തയില്ല, റബ്ബെന്ന ചിന്തയില്ല, റബ്ബിലേക്ക് മടങ്ങണമെന്ന ബോധമില്ലാത്തവന് നാശമാണ്. ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികളിലേക്കും സമാധാനം അവരുടെ ജീവിതത്തിൽ വരാൻ കഴിയില്ല. ഉലമാക്കന്മാരിൽ പ്രഗൽഭനായ അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ കിതാബാണ് സാദുൽ മആദ്. ആ കിതാബിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളും ആയത്തും ഒക്കെ ക്രോഡീകരിച്ചിട്ട് പറയാണ്, അഅ്ളമു അസ്ബാബി ഇൻശിറാഹിസ് സ്വദരി, ഒരു മനുഷ്യന്റെ ഹൃദയം വിശാലമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത്തൗഹീദ്, ഏകദൈവ വിശ്വാസമാണ്. നമുക്ക് 33 കോടി ദൈവങ്ങളില്ല. നമുക്ക് ഏകനായ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, പടച്ച റബ്ബേ ഉള്ളൂ. ആ റബ്ബിലുള്ള യഥാർത്ഥ വിശ്വാസമാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിശാലത. വഅലാ ഹസബി കമാലിഹി വഖുവ്വതിഹി വസിയാദതിഹി, തൗഹീദിന്റെ വർധനവും ശക്തിയും പൂർണ്ണതയും എത്രയുണ്ടോ, വയകൂന ഇൻശിറാഹു സ്വദരി സാഹിബിഹി, അതിനെ അനുസരിച്ചുകൊണ്ട് അവന്റെ മനസ്സ് വിശാലമാകും. അതിന് എന്തൊക്കെ പ്രതിസന്ധി അവന്റെ മുമ്പിൽ വന്നാലും തൗഹീദിന്റെ കരുത്ത് എത്ര കൂടുന്നുണ്ടോ അത്രയും അവൻ അതിൽ ഏറ്റവും നല്ല ശക്തനായി മാറാൻ അവന് കഴിയും. അവന്റെ മനസ്സ് സ്വാതന്ത്ര്യമാകും. ആ സ്വാതന്ത്ര്യം ഏതാണ്? ഒരു മനുഷ്യൻ അവന്റെ സൃഷ്ടികളുടെ അടിമകളിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സൃഷ്ടാവിന്റെ അടിമത്തത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുക. മറ്റാരെയും ഭയപ്പെടാനില്ലാതെ, കറുത്ത പൂച്ചയെ പേടിക്കാനില്ല, ഒറ്റ മൈനയെ കണ്ട പേടിക്കാനില്ല, ഏതെങ്കിലും നിലക്കുള്ള അന്ധവിശ്വാസങ്ങൾ കേട്ട് ഞെട്ടിത്തരിച്ച് പേടിച്ചിരിക്കേണ്ടത് അവന് വരില്ല. അവൻ ഏകനായ റബ്ബിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകും. അതേ സമയത്ത് ശിർക്കിന്റെ ഏതെങ്കിലും മിനം അവന്റെ കൽബിന്റെ ഉള്ളിൽ കയറി വന്നാൽ പിന്നെ പേടി തുടങ്ങി. പിന്നെ അവന്റെ വാഹനം പുറത്തിറങ്ങണമെങ്കിൽ ഒരു പച്ച കെട്ട് കെട്ടിയാതെ അവനെ പുറത്തിറങ്ങൂല. ആ കെട്ട് കെട്ടിയാലോ പിന്നെ അവർക്ക് സമാധാനമായി. അള്ളാന്റെ ഖുർആൻ പറയാണ്, വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്ത് ജീവിച്ചാൽ, ഫകഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ്. ഓനി ഇനി എടുക്കൊന്നും ബാക്കിയില്ല, തരിപ്പണായി എന്നാണ്. ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു തയ്ർ, അവസാനം അവൻ താഴേക്ക് വീണാൽ തന്നെയും ചിലപ്പോൾ വീഴുന്നതിന്റെ ഇടയിൽ ഭീകരന്മാരായ പക്ഷികൾ റാഞ്ചിയെടുക്കുന്ന പോലെ അവന്റെ ജീവിതത്തെ അല്ലാഹു തആല അവന് നൽകിയിട്ടുള്ള ആ മനോഹരമായ ജീവിതം നഷ്ടപ്പെടുകയാണ് ശിർക്ക് ചെയ്യുന്ന മനുഷ്യൻ. അതുകൊണ്ട് അവന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിങ്ങനെ കുടുങ്ങിക്കിടന്ന് നീറുന്ന ടെൻഷൻ കയറുമ്പോ ഒരു മഖാമിലേക്കും അവൻ പണം കൊടുക്കൂല. തൗഹീദ് കയറിയാല് ഒരു മഖാമിലും പോയി ചെന്ന് വീണ് അവൻ കരയൂല.
ഒരു ദർഗയിൽ നിന്ന് ഏതെങ്കിലും പൂജിച്ച ഒരു സാധനം കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിക്കൂല. ഏലസിൽ അഭയം പ്രാപിക്കില്ല. അവൻ വേണ്ടാത്ത കുത്തറാത്തീബിൽ പങ്കാളിയാകൂല. വേണ്ടാത്ത ദീന് പഠിപ്പിക്കാത്ത കുത്തുബിയത്തിൽ 1000 തവണ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ ഇവൻ പോകൂല. ഇവൻക്ക് പടച്ച റബ്ബുണ്ട് എന്ന തികഞ്ഞ ബോധ്യം അവനുള്ളവനായിരിക്കും. അതേ സമയത്ത് പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഖത്താബ് തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കൂ നിങ്ങൾ. ഉമർ ഖത്താബ് തങ്ങൾക്ക് 2 കാലഘട്ടമുണ്ട്. ഒന്ന് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്, ഒന്ന് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം. ഇത് രണ്ടും അജഗജാന്തര വ്യത്യാസമായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഏറ്റവും അറിയപ്പെടുന്ന മദ്യപാനികളിൽ ഒരാളായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നാട്ടിലെ ഏറ്റവും ശക്തനായ, ഒരു മനസ്സിന്റെ അലിവും കാണിക്കാത്ത മനുഷ്യരിൽ, ക്രൂരതകളിൽ പല ഉദാഹരണങ്ങളും ഉമർ ഖത്താബ് തങ്ങളെ പറ്റി പറയാറുണ്ടായിരുന്നു. മുസ്ലിമായതിന്റെ പേരിൽ എത്രയോ മുസ്ലിമീങ്ങളെ മക്കയിൽ വെച്ച് അങ്ങേയറ്റത്തെ പീഡനത്തിന് ഇരയാക്കിയ ആളായിരുന്നു. പക്ഷേ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഹൃദയം തുറന്ന മനസ്സുമായി മദീനയുടെ തെരുവിൽ ഒരു കുട്ടി കരഞ്ഞാൽ തന്റെ വീട്ടിലിരുന്ന് കരയാൻ തുടങ്ങും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതാണ് തൗഹീദ് മനസ്സിനകത്ത് കയറി വന്നാൽ ഉണ്ടാകുന്ന വലിയ വ്യത്യാസം എന്ന ബോധ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. രണ്ടാമത് ഉലമാക്കന്മാര് പറയാണ്, നിന്റെ മനസ്സിന്റെ സങ്കടങ്ങൾ, ദുരിതങ്ങൾ നീങ്ങി ഹൃദയ വിശാലത ലഭിക്കണോ, അൽ ഇനാബത്തു ഇലല്ലാഹ്, നീ അള്ളാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങണം. തെറ്റുകളിൽ മുഴുകി ജീവിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കിക്കോണം, നമുക്കെല്ലാവർക്കും മനുഷ്യൻ എന്ന നിലക്ക് ചില വീക്ക്നെസ്സുകൾ ഉണ്ടാകും. ഏതെങ്കിലും ഒരു തെറ്റിൽ വീഴാത്ത മനുഷ്യർ ഇന്ന് വളരെ കുറഞ്ഞ ശതമാനം ഉണ്ടാവും. ഒന്നുകിൽ ഒരു പെണ്ണ് കേസ്, അല്ലെങ്കിൽ പണത്തിന്റെ കേസ്, അല്ലെങ്കിൽ ലഹരിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നുണപ്രചരണങ്ങളിൽ, വേണ്ടാത്തരങ്ങളിൽ, എവിടെയെങ്കിലും ചൂതാട്ടത്തിൽ, പലിശയിൽ പെടാത്ത, ഏതെങ്കിലും ഒരു തിന്മയിൽ പെടാത്ത ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം നമ്മളോട് പറയണം, എത്ര പാപം നമ്മുടെ കയ്യിലുണ്ടോ അത്രയും നമ്മൾ വരിഞ്ഞു മുറുക്കപ്പെട്ട, സ്വസ്ഥത നഷ്ടപ്പെട്ട മനസ്സുമായിട്ട് ജീവിക്കേണ്ടി വരും. ചെയ്യുമ്പോൾ ഒരു സുഖം, സന്തോഷമൊക്കെ ഉണ്ടാവും. അതങ്ങ് കഴിഞ്ഞാൽ പിന്നീട് നേറിപ്പുകയാണ് ജീവിക്കുക. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത്, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് വിനയപ്പെട്ട് കീഴ്പ്പെട്ട് മടങ്ങിവാ, സമാധാനം കിട്ടും നിനക്ക്, ഹൃദയം തുറക്കും. അൽ ഇനാബത്തു, ഇബ്നു ഖയ്യിം അൽ ജൗസി തങ്ങൾ പറയാണ്, അൽ ഇനാബത്തു, അല്ലാഹുവിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ഹിയ ഉഖൂഫുൽ ഖൽബി അലല്ലാഹി അസ്സ വജല്ല ബിമഹബ്ബതിഹി വഖൗഫിഹി വറജാഇഹി. ഒരു തെറ്റിങ്ങനെ ചെയ്യാൻ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ചെയ്യാ, എൻ്റെ റബ്ബ് എനിക്ക് ഇത്രയും സ്നേഹം തന്നവനാണെന്ന ബോധ്യത്തോടെ മാറി നിൽക്കുക. ഞാൻ എങ്ങനെയാ തെറ്റ് ചെയ്യാ, പടച്ച റബ്ബിന്റെ നരകമാണ് എന്റെ മുമ്പിൽ വരാനിരിക്കുന്നത്, ഞാൻ എങ്ങനെയാ തെറ്റ് ചെയ്യാ, എനിക്ക് സ്വർഗം നഷ്ടപ്പെടുമല്ലോ എന്ന ബേജാറോടെ പടച്ചവനിലേക്ക് മടങ്ങുന്നതിന്റെ പേരാണ് ഇനാബത്ത്. വയഹ്ദീ ഇലൈഹി മൻ അനാബ്, അല്ലാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക് അല്ലാഹു സന്മാർഗം കൊടുക്കും. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്, ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്, ഖേദിക്കുകയാണ്. വനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങി പൂർണ്ണമായി പടച്ചോന് കീഴ്പ്പെട്ടോളൂ. എന്തൊരു സമാധാനാണ്! പാപത്തിന്റെ ഉള്ളിൽ കിടന്ന് നെരുങ്ങി ജീവിക്കുന്ന മനുഷ്യരോട് ചോദിക്കും, എത്ര അസ്വസ്ഥമായിട്ടാണ് അവർ ജീവിക്കുന്നത്. പാപത്തിന്റെ ദുരന്തങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത അപ്പുറത്താ കിടക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി മക്കളൊക്കെ ഉള്ളതാണ്. പല കേസുകളിൽ സംസാരിക്കാൻ മധ്യസ്ഥനായി പോകേണ്ടി വരുമ്പോഴൊക്കെ ഒരു പക്വമായ സമീപനമല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടിക്കാലത്തും വിദ്യാർത്ഥികാലത്തും സംഭവിക്കുന്ന ചെറിയ ചെറിയ പാകപ്പിഴവുകൾ എത്ര കുടുംബങ്ങളാണ് മരിക്കുവോളം കണ്ണീര് കുടിക്കുന്നത്. എത്ര വാപ്പമാരാണ്, എത്ര ഉമ്മമാരാണ് തന്റെ മകൻ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ചെയ്തു കൂട്ടിയതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും. എത്ര വിവാഹങ്ങളാണ് മുടങ്ങിപ്പോയിട്ടുള്ളത്, എത്ര വാപ്പമാരുടെ സ്വപ്നങ്ങളാ തകർത്തത്. എന്താ സംഭവിച്ചത്? ഒരൊറ്റ ചെറിയ തെറ്റിന്റെ പേരിൽ, ഒരൊറ്റ ഫോട്ടോയുടെ പേരിൽ, ഒരൊറ്റ വീഡിയോയുടെ പേരിൽ എത്രയെത്ര പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇവിടെയാണ് ഉലമാക്കന്മാര് നമ്മളോട് പറയണം, അല്ലാഹു പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുന്നവരെ പടച്ച റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മടങ്ങി വന്ന് ഖേദിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഒരു ഹദീസിൽ പറയാ, ഒരു മനുഷ്യൻ മരുഭൂമി കൂടെ പോകുക, ഒറ്റ വാഹനമാണ് അയാളുടെ കയ്യിൽ, ഒരു ഒട്ടകം. ഈ ഒട്ടകപ്പുറത്ത് അയാളുടെ വസ്ത്രം, ഈ ഒട്ടകപ്പുറത്ത് അയാളുടെ വെള്ളം, അയാളുടെ രേഖകൾ, അയാളുടെ പണം എല്ലാം ഭദ്രമാക്കി കെട്ടിവെച്ച് ഇയാൾ യാത്ര ചെയ്തു. ഒരു മരത്തിന്റെ ചുവട്ടിൽ അയാൾ വിശ്രമിക്കാനിരിക്കുമ്പോൾ ഈ ഒട്ടകത്തെ നഷ്ടപ്പെട്ടു. ആലോചിക്കുക, എല്ലാം തകർന്നു, ഇയാളുടെ എല്ലാം നഷ്ടപ്പെട്ടു.
ഈ ഒട്ടകത്തെ കാണാതെയായി ഒരുപാട് ദൂരത്തേക്ക് ഒട്ടകം പോയി തിരഞ്ഞിട്ട് കാണുന്നില്ല. ക്ഷീണിച്ച് അവശനായി ഇരിക്കുന്ന ഈ മനുഷ്യൻ മരത്തിന്റെ ചുവട്ടിൽ വന്ന് വീണ്ടും ഇരുന്ന് ഖേദത്തോടെ ഇരുന്ന് കരഞ്ഞ് ഇടങ്ങറ് പിടിച്ച് തളർന്നിരുന്ന് കിടന്നുറങ്ങിപ്പോയി. ക്ഷീണിച്ച് അവശനായി എണീറ്റപ്പോ ഇയാൾ കാണുന്നത് നേരത്തെ നഷ്ടപ്പെട്ട ഒട്ടകം തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന രംഗം കാണാൻ. ഫലില്ലാഹി അശദ്ദു ലല്ലാഹു അശദ്ദു ഫർഹം ബിതൗബതി അബ്ദിഹി. അള്ളാഹു ഒരു മനുഷ്യന്റെ കാര്യത്തിൽ തൗബ ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ അടിമക്ക് തന്റെ ഒട്ടകത്തെ തിരിച്ചു കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാളേറെ ആ മനുഷ്യൻ തിരിച്ചു കിട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക. അല്ലാഹുവേ, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ്. അറിയാതെ പറഞ്ഞു പോയതാ, സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാ. അതിനേക്കാൾ സന്തോഷാണ് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ കിടഞ്ഞു വീണ് തൗബ ചെയ്ത് ഖേദിച്ച് കണ്ണീരോടെ മടങ്ങിപ്പോരുക എന്നുള്ളത്. നമ്മുടെ മനസ്സെത്ര ശാന്തമാകും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന തെറ്റായ ചാറ്റുകൾ, അതുപോലെ തന്നെ വീഡിയോകൾ, വിളികൾ, മെസ്സേജുകൾ, പ്രണയങ്ങൾ, ചാബല്യങ്ങൾ ഇന്ന് അവസാനിപ്പിച്ചാൽ നാളെ മുതൽ അയാൾക്ക് ലഭിക്കുന്ന ഒരു സുഖവും ആശ്വാസവും സമാധാനവും എത്രയായിരിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കേണ്ടതില്ല. ഇവിടെയാണ് മനുഷ്യർ ചിന്തിക്കേണ്ടത്. 3 സമാധാനത്തിന്റെ ഹൃദയത്തിന്റെ വിശാലമായ അവസ്ഥയിലേക്ക് നിനക്ക് എത്തണോ? നിസ്കാരം നിനക്ക് അതിനുള്ള ചാൻസാണ്. അതെത്ര മനുഷ്യന്റെ മനസ്സിനെ അത്രയും സമാധാനം, കുളിർമ കൊടുക്കാൻ അല്ലാഹു ഉണ്ടാക്കി തന്നതാ. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക. നിസ്കാരവും ക്ഷമയും 2 മാരകമായ, നമ്മളല്ലേ, ഭയങ്കരമായ ഒരു മനുഷ്യനെ പിടിച്ചിരുത്തുന്ന സാധനമാണ്. നമസ്കാരത്തിലൂടെ ക്ഷമയിലൂടെ അള്ളാഹിനോട് സഹായം തേടിക്കോ. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വിനയാന്യതരായ അടിമകൾക്കല്ലാതെ അതൊരു വലിയ കാര്യമായിട്ട് തോന്നൂല. ഇത് 2 വലിയ കാര്യമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി മറ്റൊരു ഗ്രന്ഥത്തിൽ അൽ വാബിലുസ് സയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ പറയാണ്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു നോക്ക്. നമ്മൾ നിത്യം ചെയ്യുന്ന കാര്യത്തിന്റെ ഗൗരവം. അസ്സലാത്തു മജ്ലബത്തുർ റിസ്ഖി. നിസ്കാരം ഒരു മനുഷ്യന്റെ റിസ്ക് തരുന്നതാണ്. ശരിക്ക് നിസ്കരിക്കാൻ തുടങ്ങിയാൽ അയാൾ പിന്നെ ദാരിദ്ര്യത്തിൽ വീഴൂല എന്നുള്ളതിന്റെ സൂചനയാണ്. അല്ലാഹു തആല റിസ്ക് തരാനുള്ള ഒരു മാർഗമാണ് നിസ്കാരം. ഹാഫിളത്തുൽ ലിസ്ഹതി. ആരോഗ്യം സംരക്ഷിക്കാനുള്ളതാണ് നമസ്കാരം. പിന്നെ യോഗ, എക്സസൈസ്, അതിനേക്കാളൊക്കെ ഒരു മനുഷ്യന് അവന്റെ ശരീരത്തിനെയും ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതാണ്. നിങ്ങൾ പഠിച്ചു നോക്ക്, നിങ്ങൾ സയൻസ് പഠിച്ചു, നമസ്കാരത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ പഠിക്കും. അവനെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് നിസ്കാരം. പല രോഗങ്ങളിൽ നിന്നും അവനെ അകറ്റാനുള്ളതാണ് നമസ്കാരം. അവന്റെ കൽബിന് ശക്തി കൂട്ടുന്ന ഇബാദത്താണത്. കൽബിനൊരു പവർ വരാൻ തുടങ്ങും, തലക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ ബുദ്ധിക്ക് വികസിക്കാൻ തുടങ്ങും, മരവിച്ചവരായി മാറൂല നമ്മള്. നല്ലപോലെ നമസ്കരിക്കുന്നവന്റെ മുഖം പ്രകാശപൂരിതമാകും. അപ്പോൾ ഒരു ഹാപ്പി. എത്ര പട്ടിണി കടന്നാലും മുപ്പര് വളരെ ഫേസ് ഒക്കെ വളരെ സ്മൈലി, ചിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എപ്പോഴും പടച്ചറബ് അങ്ങനെ നിലനിർത്തി കൊടുക്കും. മനസ്സിന് എപ്പോഴും സന്തോഷം അല്ലാഹു നിറച്ചു കൊടുക്കും. മടിയിൽ നിന്ന് അവനെ മാറ്റി നിർത്തും. എന്താ പണി? ഒരു പണിയില്ല. ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഫോൺ എടുത്തുകൊണ്ടിരിക്കുക. ഇമാതിരി മടി പിടിച്ച ഒരു ലോകത്തുനിന്ന് ഒരു യഥാർത്ഥ നിസ്കാരക്കാരൻ മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് വരൂല. അങ്ങനെയാണെങ്കിൽ വീണ്ടും അതുണ്ടെങ്കിൽ അവൻ അവന്റെ നമസ്കാരം പരിശോധിക്കണം. ഉലമാക്കന്മാർ ഇത്ര കൃത്യമായി കൊണ്ട് നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരിക. നമ്മുടെ നാട്ടിലൊരു MP-നെ, MLA-നെ, ഒരു മന്ത്രിനെ, പ്രധാനമന്ത്രിയെ, മുഖ്യമന്ത്രിയെ കാണാൻ ഒരുപാട് കടമ്പ കടക്കണം. ലോകത്തിന്റെ ഉടമയായ രാജാധികാരമുള്ള റബ്ബിനെ കണ്ടുമുട്ടാൻ ഒറ്റ സ്റ്റെപ്പ് ഒളുണ്ടാക്കുക. നേരെ വന്ന് നിസ്കാരം ആരംഭിച്ചു. പടച്ചവനോട് തുറന്ന് സംസാരിക്കാനുള്ള ചാൻസ്. ഇടയിലൊരു വഴിയില്ല. തുറന്നിറക്കപ്പെട്ട് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള മാനദണ്ഡമാ പഠിപ്പിച്ചത്. 4ാമത്തെ പരിഹാരം വിശുദ്ധ ഖുർആനിന്റെ ചികിത്സയാണ്. ഖുർആനാണ് നമ്മുടെ ആത്മാവിന്റെ ചികിത്സ എന്ന് പറയുന്നത്. റമദാൻ കഴിഞ്ഞു, പലരും അവസാനിപ്പിച്ചു. റമദാൻ കഴിഞ്ഞു, ക്ലാസ്സുകൾക്ക് ഇനി ആളുകൾ കുറഞ്ഞു തുടങ്ങും. റമദാനിന്റെ ആവേശം, എത്ര പേജുകൾ ഇരുന്ന് മണിക്കൂറോളം ഓതിയവർക്ക് ഇനി ഒരു 1/2 പേജ് ഓതണമെങ്കിൽ പുതിയൊരു ഈമാൻ കിട്ടിയിട്ട് വേണ്ടി വരും.
ഒന്ന് പഠിച്ചോളൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഇതാ ഉപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിനുള്ള ശിഫയാകുന്ന മരുന്നിതാ വന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള മരുന്നാണിത്. ഉപദേശം എന്ന് പറഞ്ഞാൽ സാരോപദേശങ്ങൾ, ശിഫ എന്ന് പറഞ്ഞാൽ അതിനുള്ള മരുന്ന്. എന്തിനുള്ളത്? ഹൃദയത്തിനുള്ള മരുന്നാണ്. സുഹൃത്തുക്കളെ, കഞ്ചാവും സിഗരറ്റും ഹാൻസും മാറി മാറി ഉപയോഗിക്കുന്ന ലഹരിക്കാര, അത് മരുന്നല്ല. നിനക്ക് മാരകമായ രോഗം തരാനിരിക്കുന്ന താൽക്കാലിക വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നീ എന്ന തിരിച്ചറിവുണ്ടാവും. പ്രണയത്തിൽ ജീവിക്കുന്നവർ, അതിൽ നിന്ന് സമാധാനം കണ്ടെത്തുന്നവർ, മ്യൂസിക്കിൽ അഡിക്റ്റ് ചെയ്യപ്പെട്ട് അതില്ലാതെ ചോറയ്ക്കാൻ കഴിയാതെ, അതില്ലാതെ വാഹനം ഓടിക്കാൻ കഴിയാതെ പോകുന്നവൻ താൽക്കാലിക ശിഫയിലാണ് അവനുള്ളത്. അവന് പരിഹാരമില്ല. അതേപോലെ തന്നെ മറ്റനേകം കാര്യങ്ങളിൽ ലവേഴ്സ് ആയിക്കൊണ്ടും ഗേൾ ഫ്രണ്ടായും ബോയ് ഫ്രണ്ടായും ഇതൊക്കെയാണ് ആശ്വാസം എന്ന് വിചാരിക്കുന്നവരെ നിങ്ങൾ മാരകമായ വലിയ അപകടങ്ങളിലേക്കാണ് വീണ്ടും വീണ്ടും പോകുന്നത്. യഥാർത്ഥ പരിഹാരം ഖുർആൻ നമുക്ക് തരുന്നുണ്ട്. അത് പാടില്ല എന്ന് പറഞ്ഞിടത്തേക്ക് പോകരുത്. അൽ ഖുർആനു ഹുവശ് ശിഫാഉത് താം. ഇബ്നു ഖയ്യിം അൽ ജൗസി തങ്ങൾ പറയാണ്, ഖുർആനാണ് പൂർണ്ണമായ ശമന ഔഷധം. മിൻ ജമീഇൽ അദ്വിയത്തിൽ ഖൽബിയ വൽ ബദനിയ, ശരീരത്തിന്റെ കൽബിന്റെ രോഗങ്ങൾക്കുള്ള പരിഹാരം. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും പ്രശ്നങ്ങൾക്കുള്ള മരുന്ന്. ഇത് പഠിക്കണം. ശനിയാഴ്ച രാവിലെ നമ്മുടെ പള്ളിയിൽ പുരുഷന്മാർക്ക് വേണ്ടി ക്ലാസ് നടക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടികളൊക്കെ ഫ്രീ ആയിരിക്കും. ഇപ്പൊ പരീക്ഷ ഉണ്ടാവില്ല. SLC-ക്കാരും പ്ലസ് 2-ക്കാരും ഒക്കെ ഫ്രീ ആയി. കൂട്ടി കൊണ്ടുവരണേ. നമ്മളെ കുട്ടിക്ക് ചികിത്സ കിട്ടണ്ടേ? അവർക്ക് ദീന് കിട്ടണ്ടേ? എല്ലാവരും നമ്മുടെ സുഹൃത്തിനെ, നമ്മുടെ ഫ്രണ്ടിനെ, നമ്മുടെ അയൽവാസിയെ ഖുർആനിന്റെ പഠനത്തിലേക്ക് നയിക്കാൻ നമ്മൾ സാധാരണഗതിയിൽ ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. ഹിഫ്ള് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. CRE പോലെയുള്ള സംവിധാനങ്ങൾ രക്ഷിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. അതിൽ നമ്മൾ ഉണ്ടാവുക ഖുർആനാണ് ശിഫ കൊടുക്കുന്നത്. മനസ്സിന്റെ സ്ട്രെസ് ഇറക്കി വെക്കാനുള്ള പരിഹാര തീരങ്ങളാണ്. 5 ദിക്റുള്ളയാണ്. ആർക്കും ആ വാക്ക് പഠിപ്പിച്ചിരുന്ന ദിക്ർ, ഇസ്ലാം പഠിപ്പിച്ച ദിക്റിലൂടെ നമ്മുടെ മനസ്സിന് തരുന്ന ഒരു സമാധാനത്തിന്റെ ഒരു തുരുത്താണ്. അല്ലദീന ആമനു, സത്യവിശ്വാസം സ്വീകരിച്ചവർ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് ഹൃദയം സമാധാനിപ്പിക്കുന്നവർ. അലാ, അറിഞ്ഞോളൂ, ബിദിക്രില്ലാഹ്, അല്ലാഹുവിലുള്ള ദിക്ർ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയം സമാധാനപ്പെടുന്നു. അൽഹംദുലില്ലാഹ് 10 പ്രാവശ്യം പറയുമ്പോൾ കിട്ടുന്ന സുഖം ഏത് സിനിമ പാട്ടിനുള്ളത്? സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകൾ നമ്മുടെ സമാധാനത്തിന്റെ കേന്ദ്രമാകണം. ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു ദിക്റും നമ്മൾ അത് എണ്ണം പറഞ്ഞാവട്ടെ, ചാടിക്കളിക്കുന്നതാവട്ടെ, ലൈറ്റ് ഓഫ് ആക്കിയിട്ടാവട്ടെ, ലൈറ്റ് ഓൺ ആക്കിയിട്ടാക്കട്ടെ, ദീന് പഠിപ്പിക്കാത്ത ഒരു ദിക്റും നമ്മുടെ നാവെന്ന് വരരുത്. അത് പഠിപ്പിക്കുന്നത് ശൈത്താനിയത്തിന്റെ കുതന്ത്രങ്ങളാണ്. അതിലേക്ക് നമ്മൾ വീണു പോകരുത്. ഉലമാക്കന്മാർ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തും, നിന്റെ ശരീരത്തിന് ക്ഷീണം വരുമ്പോൾ നീ എന്താ ചെയ്യുക? വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കും. നിന്റെ മനസ്സിന്, നിന്റെ ആത്മാവിന് തളർച്ച വരുമ്പോ അതിന് കിട്ടുന്ന പോഷകമാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് കൊടുക്കണം. ഇല്ലെങ്കിൽ ഹൃദയം ചത്തുപോകും. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയും, അൽ മാഉ ലിസ്സമകി, ഒരു മത്സ്യത്തിന് വെള്ളം എത്ര വേണോ അതേപോലെയാണ് നമ്മുടെ കൽബിന് ദിക്ർ എന്ന് പറഞ്ഞ. വെള്ളം വറ്റിയാൽ ഒരു മത്സ്യം ചത്തുപോണ പോലെ ദിക്റില്ലാത്തവന്റെ കൽബ് ചത്ത ഹൃദയമായിരിക്കും. അവിടുന്ന് ഒരു നന്മയും വരില്ല. ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ 6ാമത്തെ കാര്യം ഉലമാക്കന്മാർ പറയണം, നന്നായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. പടച്ചോനെ എന്റെ ഹൃദയം നന്നാക്കി തരണം. ഹൃദയം നന്നാവാത്തവന്റെ പ്രവർത്തനം നന്നാവൂല, സ്വഭാവം നന്നാവൂല, ദാമ്പത്യം നന്നാവൂല, കച്ചവടം നന്നാവൂല, പ്രാസ്ഥാനിക നന്നാവില്ല, അവന്റെ ശരിയായ ഒരു നടപടിയും വരൂല. ഹൃദയം നന്നാവണം. അതാണ് മൂസാ നബി അലൈഹിസ്സലാം വലിയൊരു ഭാരമേറിയ പണിക്കിറങ്ങുമ്പോ ഖാല റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. സൂറത്തു ത്വാഹ നമ്മൾ പഠിച്ച അധ്യായമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, മനസ്സിന്റെ വിഷമങ്ങളിൽ നിന്ന്, ഇന്നലകളിൽ സംഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തുള്ള വിഷമങ്ങളിൽ നിന്ന്, നാളെ മുതൽ സംഭവിക്കാൻ പോകുന്ന സങ്കടങ്ങളിൽ നിന്ന് എനിക്ക് റബ്ബേ കാവൽ നൽകണേ.
ഇതൊക്കെ മനസ്സിനെ തളർത്തുന്ന സാധന. അതൊന്നൊക്കെ എനിക്ക് സുരക്ഷ തരണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ നിലക്കുമുള്ള കെട്ടുകളിൽ നിന്ന് തുറക്കാനുള്ള 6 പൂട്ടുകളെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഹൃദയം തുറന്ന് വിശാലമാകാത്തവൻ എത്ര വലിയ വീടുണ്ടാക്കിയാലും അയാൾക്ക് സ്വസ്ഥമായ ശാന്തമായ ഒരു ഉറക്കം കിട്ടൂല. എത്ര വലിയ രാജ്യത്ത് അയാൾ ചുറ്റിക്കറങ്ങിയാലും അയാൾക്ക് ഹൃദയത്തിന്റെ തുറന്ന മനസ്സുമായി സമാധാനം കണ്ടെത്താൻ കഴിയും. വൈകി വന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം, 6 പ്രധാനപ്പെട്ട നന്മകൾ മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ ജന്നതി ഫീ സ്വദിരി, എന്റെ സ്വർഗം എന്റെ ഹൃദയത്തിലാണ്. എന്റെ ഹൃദയം ശരിയാവാതെ എനിക്ക് സ്വർഗമില്ല. 6 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തൗഹീദാണ് പ്രധാനം. പടച്ച റബ്ബിനെ മാത്രം ഭയപ്പെടുക, ഇനാബത്തോടെ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങലാണ്, പരിഹാരങ്ങൾക്ക് മുസല്ലയിൽ നമസ്കരിച്ച് കണ്ണീർ പൊഴിക്കലാണ്. 4-മത്തേത് ഹൃദയത്തിന്റെ രോഗത്തിന് പരിഹാരം ഖുർആനാണ്. 5-മത്തേത് ഹൃദയത്തിന്റെ കാഠിന്യം കുറക്കുന്നത് ദിക്റുകളാണ്. 6-മത്തേത് നിത്യജീവിതത്തിൽ പടച്ച റബ്ബിനോട് തന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്.